ഞാൻ കുഞ്ഞിപ്പള്ളി കോറത്ത് റോഡ് സ്വദേശിയാണ്. എൻ്റെ പേര് അബ്ദുൽ അസീസ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അടുത്ത് നടന്ന ചില സംവാദങ്ങളിൽ യുക്തിവാദി സംഘത്തോടും ഭൗതികവാദികളോടും ഡിബേറ്റ് നടത്തുമ്പോൾ ജബ്ബാർ മാഷെ പോലുള്ള ആൾക്കാർ പരിശുദ്ധ ഖുർആനെയും അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വളരെ താഴ്ത്തിക്കെട്ടി നീചമായും വളരെ കേൾക്കാൻ സഭ്യമല്ലാത്ത രീതിയിലും അവർ പ്രതികരിക്കുന്നതായി കാണുന്നു. ഇത്തരം ആൾക്കാർക്ക് ഒരു സ്പേസ് കൊടുക്കുമ്പോൾ ആദ്യം ഇതിനൊക്കെ ഒരു നിബന്ധന വെച്ചുകൂടെ എന്നതാണ് എൻ്റെ ചോദ്യം. പുതിയ കാലത്ത് യുക്തിവാദികൾ സംവാദങ്ങളിൽ പ്രവാചകനെ എല്ലാം വളരെ വൃത്തികെട്ട രൂപത്തിൽ ആക്ഷേപിക്കുന്നു. അതെല്ലാം നിബന്ധന വെച്ചുകൂടെ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ യുക്തിവാദം തന്നെ ഇന്ന് നബിയെ തെറി പറയാനുള്ളൊരു ഏർപ്പാടാണ്. ആ നബിയെ തെറി പറയാനുള്ള ഏർപ്പാടായതുകൊണ്ടാണ് പൊതുവെ അത്തരം ആളുകളുമായി സ്റ്റേജ് പങ്കിടുന്നത് വൈയക്തികമായി വ്യക്തിപരമായി ഞാൻ വെറുക്കുന്നത്. അത് പക്ഷേ നിങ്ങൾക്കറിയാവുന്നത് പോലെ അങ്ങനെ സ്റ്റേജ് പങ്കിടേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തേക്കാൾ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ ശരീരത്തിനൊരു വലിയ മുറിവുണ്ടാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോമകൂപത്തിൽ ഒരു പ്രയാസമുണ്ടാകുന്നതിനേക്കാൾ നല്ലതാണ് എന്ന് കരുതുന്നവരാണ് വിശ്വാസികൾ. അത് കേവലം ഭംഗിവാക്കല്ല, വസ്തുതാപരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്ന പ്രവാചകനെ പച്ചയായി തെറി പറയുക, അതിന് യാതൊരു ലോഭവുമില്ലാതെ തെറി പറയുക, അത്തരം ആളുകളെ അവരുടെ വേദികളെ പങ്കിടുന്നത് വെറുക്കുന്ന, വ്യക്തിപരമായി വെറുക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്കറിയാവുന്നത് പോലെ പിന്നെ വെല്ലുവിളിക്കുകയും വാടാ പോടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളെല്ലാം ഇറക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പറയുന്ന യുക്തിവാദി നേതാവുമായൊരു സംവാദത്തിൽ പങ്കെടുക്കുവാൻ അവസരം ഉണ്ടായത്. പരിശുദ്ധ ഖുർആനായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിന് പരിണിതി എന്തായി എന്നെല്ലാം ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത്, ഇത്തരം സംവാദങ്ങളിൽ തീർച്ചയായും മാന്യമായി സംവദിക്കുന്നവരുമായിട്ടാണ് മുസ്ലിങ്ങൾ സംവദിക്കേണ്ടത്. മാന്യമായി സംവദിക്കുന്നവരുമായി, ആശയതലത്തിൽ സംവദിക്കുന്നവരുമായി. പരസ്പരം തെറി പറയാൻ അതിന് സംവാദം എന്നല്ല പറയാം. മുസ്ലിങ്ങൾക്ക് അത് പറ്റൂലല്ലോ. ഇപ്പം എല്ലാവർക്കും ഉള്ള വലിയൊരു തുരുപ്പുശിട്ടതാണ്. തുരുപ്പുശിട്ട എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹിനെ എത്രയും തെറിയറ. കാരണം അവരുടെ സംസ്കാരത്തിൽ അതിനൊരു കുഴപ്പമില്ല. അത് ക്രിസ്ത്യൻ മിഷനറിമാരാണെങ്കിലും തഥൈവ, അതേപോലെ തന്നെ ഇത്തരം നവനാസ്തികരാണെങ്കിലും തഥൈവ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ധാർമ്മികമായ വിലക്കുകളൊന്നുമില്ല. എത്രയും തെറി പറയാം. പക്ഷെ നമുക്ക് തിരിച്ചു തെറി അറിയാൻ പറ്റുമോ? നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം അവിടെ നമ്മൾ മതം അനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. പ്രവാചകൻ അങ്ങോട്ട് തെറി പറഞ്ഞാൽ തിരിച്ച് യേശു ക്രിസ്തുവിനെ തെറി പറയാൻ പറ്റുമോ? പ്രവാചകനടുത്ത് തെറി പറഞ്ഞാൽ തിരിച്ച് മറ്റേതെങ്കിലും രൂപത്തിൽ തെറി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് ആണ് അവരുടെ എല്ലാം കയ്യിലുള്ള തുറുപ്പ് ഷീറ്റ്. കാരണം നമുക്ക് തിരിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ മാന്യമായ സംവാദം നടക്കണമെങ്കിൽ ഇത്തരം വൃത്തികെട്ട രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിബന്ധന വെക്കേണ്ടതാണ്. കാരണം ഒരു തെറി പറയാനൊരു പണിയില്ല. അത് വിശദീകരിക്കാൻ ചിലപ്പോൾ മിനിറ്റുകൾ വേണ്ടി വരും. തെറി പറയാൻ എന്താണ്? ഒരു പണിയില്ലല്ലോ. ഒരാൾക്ക് പിന്നെ എന്താണ് എന്നെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കുക, താങ്കൾക്ക് നന്നല്ല, കഴിഞ്ഞു. ഞാനത് വിശദീകരിക്കുകയാണെങ്കിൽ എനിക്ക് ഉപ്പയുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കണമെങ്കിൽ എത്ര സമയമാണ്?
എൻ്റെ ഉപ്പാൻ്റെ എല്ലാം വിലാസവും മേൽവിലാസവും എമ്മയും ബാപ്പിയും തമ്മിൽ നടന്ന കല്യാണത്തിൻ്റെ കത്തും കുറിയും എല്ലാം വിശദീകരിക്കേണ്ടി വരും. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തെറി പറയാൻ ഒരു സെക്കൻഡ് മതി. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിശദീകരിക്കുക എന്നുള്ളത്, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ പറയുന്ന ആരോപണങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്നറിയാം. ആ കഴമ്പില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളുന്നവരാണ്. അത് വിശദീകരിക്കാൻ കഴിയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരം പരിപാടികളിൽ നിങ്ങൾ വന്നോളൂ, ചോദിച്ചോളൂ എന്ന് പറയുന്നത്. പക്ഷേ വേദിയിൽ വെച്ച് ഒരേ സമയം ലഭിക്കുന്ന സന്ദർഭത്തിൽ സംവാദത്തിൽ നിന്നും പറയുമ്പോൾ ഇത്തരം തെറികൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. അത്തരം സംവാദങ്ങൾ നടക്കുകയാണെങ്കിൽ അത്തരം തെറിപ്പാട്ടുകൾ ഉണ്ടാകരുത് എന്ന കണ്ടീഷൻ വെക്കാൻ തയ്യാറാകേണ്ടതാണ്. അല്ലെങ്കിലും അത്തരം സംവാദങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണപരമായ പരിവർത്തനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദർശപരമല്ല സംവാദം, ആദർശപരമാകണം സംവാദം, ആശയതലത്തിലാകണം സംവാദം. മറിച്ച് ഒരു വശത്ത് കേവലം തെറി പറയുക, പിന്നെ എന്താ പറയുക, മ്ലേച്ഛമായ വർത്തമാനങ്ങൾ പറയുക, തമാശകൾ പറഞ്ഞ് ഒരു തരത്തിലുള്ള വഷളാക്കുക, ഇങ്ങനത്തെ പരിപാടികളാണ്. മറിച്ച് ആദർശപരമാണെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംവാദത്തിനൊരു പ്രയാസമില്ല എന്ന് പരിശുദ്ധ ഖുർആനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംവാദത്തിലൂടെ നമ്മൾ തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എപ്പോഴും എതിർപക്ഷത്തിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നത് ഇതാണ് എന്നുള്ളത് സങ്കടകരമാണ് എന്ന് മാത്രം സൂചിപ്പിക്കാം.